As I have loved you, so you must love one another. By this, everyone will know that you are my disciple if you love one another. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. As we heard in the first day, God loves us the way we are, but He refuses to leave us there. He wants us to be just like Jesus. പറഞ്ഞാലും തീരാത്തൊരു കഥയുടെ പേരാണ് യേശു. ഈ ക്രിസ്തീയതയുടെ ഭാവി എന്തെന്ന് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ക്രിസ്തു സ്നേഹത്തെ പറ്റിയുള്ള 100ഓളം പുസ്തകങ്ങൾ ഓരോ ദിവസവും ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. 100ഓളം പുസ്തകങ്ങൾ. സ്നേഹത്തിന് പകരം വെക്കാനാകാത്ത സ്നേഹത്തിൻ്റെ പേരാണ് യേശു. അല്ലെങ്കിൽ സ്നേഹത്തിന് മറ്റൊരു പേരുണ്ട്, ക്രൈസ്റ്റ്. കണ്ണുകളെ അടയ്ക്കാം. As we begin our concluding day, think about what you need most in your life at this moment. To feel cared about, to feel wanted, desired, to be understood, to feel accepted. Know this: all the love, affection, and care that we need is inside us. God loves us unconditionally, beyond what we can understand. He looks past our sinful life and loves us despite our human flaws and irritations and limitations. He loves us and wants us to love ourselves and love others in the same fashion. Feel the intimate love and let go of all our fears and insecurities. Now say to ourselves silently, I surrender myself to Christ, to His divine mercy. I embrace the goodness within me, all that's holy and pure. I feel one with the flow of divine love in me. I'm incredibly and deeply loved. I sense the river of love gushing out towards my family, our friends, fellow beings. Amen. സമയം അതിക്രമിച്ചു എന്നറിയാം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിങ്ങളിൽ നിന്നും അനുഭവിച്ച സ്നേഹത്തിന്, കരുതലിന്, പ്രത്യേകിച്ച് വന്യരായ വൈദികരിൽ നിന്ന്, ഇടവക ചുമതലക്കാരിൽ നിന്നും പലരും പറഞ്ഞ നല്ല വാക്കുകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയപൂർവ്വം നന്ദി പറയുക. നിരവധി നല്ല ഓർമ്മകളോടുകൂടിയാണ് ഇവിടുന്ന് യാത്രയാകുന്നത്. ഇത്
ഒന്ന് ബാക്ക് ടു ബാക്ക് 4ാമത്തെ കൺവെൻഷനാണ് ഓരോ ആഴ്ചകളിലായി. പലയിടത്തും കേൾക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു 10 വർഷത്തിന് ശേഷം മർത്തോമാ സഭയുടെ ഭാവി എന്തായിരിക്കുമെന്നൊക്കെയാണ്. ഒരു 4 ഇടവകളിലെ കൺവെൻഷൻ പൂർത്തിയാക്കുമ്പോൾ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും, we have a new generation which is vibrant, God-fearing, എൻ്റെ തലമുറയേക്കാൾ കൃത്യമായ നിലപാടുകളുള്ള പെർസ്പെക്റ്റീവ്സ് ഉള്ള ഒരു പുതിയ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അടുത്തിടെ നടന്ന ഒരു പഠനം, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ദേവാലയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് യുവജനങ്ങളുടെ ഇടയിൽ നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അറിഞ്ഞിരിക്കുന്നത് നന്നാവും. ഒന്ന്, we are constantly being judged by our elders. 2, inflexibility. There's a lack of dialogue that's happening. That's missing. 3, moral policing. 4ാമത്തത് പറയുന്നത്, they believe that our generation is more of hypocrites compared to them. എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയല്ല, പക്ഷേ as it is important that we need to be more inclusive, we need to be more open, we need to be more sensitive to the needs of the new generation. ആ ഭാഗം വിടുകയാണ്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ അഞ്ചപ്പത്തിൽ വരണം. തിരുവല്ല, കോഴഞ്ചേരി, റാന്നി, ചങ്ങനാശ്ശേരി, കൊച്ചി, ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അഞ്ചപ്പത്തിൽ വരണം. അതിന് പ്രത്യേകിച്ച് അപ്പോയിൻമെൻറ്റോ ഇൻവിറ്റേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് എൻ ഓപ്പൺ ഡോർ. വരണം, ഭക്ഷണം കഴിക്കണം. വൺ തിങ് ഐ ക്യാൻ ഗ്യാരൻറ്റി യു, നിങ്ങളുടെ ആ പരിസരത്ത് ഏറ്റവും മികച്ച ഭക്ഷണം കിട്ടുന്ന ഇടമായിരിക്കും അത്. ഹൈജീനിനെ പറ്റി നിങ്ങൾക്ക് രണ്ടാമതൊന്നും ചർച്ച ചെയ്യേണ്ട. ഇറ്റ്സ് മൈ പേഴ്സണൽ ഗ്യാരൻറ്റി. നിങ്ങൾക്ക് അവിടെ വരാം, ഭക്ഷണം വിളമ്പി കൊടുക്കാം. ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ. യേശു എന്ന മഹാഗ്രന്ഥത്തിൽ നിന്നും ശിഷ്യത്വത്തിലേക്കുള്ള യാത്രയിൽ സ്വീകരിക്കേണ്ടുന്ന, ആർജിക്കേണ്ടുന്ന 8 വാല്യൂസാണ് 3 ദിവസങ്ങളായി നാം ധ്യാനിക്കാൻ ആഗ്രഹിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മളിങ്ങനെ 5 വാല്യൂസാണ് ധ്യാനിച്ചത്. എന്താണ് ആദ്യത്തേത്? സ്നേഹം. എന്താ നമ്മൾ പറയാൻ ശ്രമിച്ചത്? സ്നേഹം നമ്മെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല, സ്നേഹം പരിഭവിക്കുന്നില്ല, സ്നേഹം പരിക്കേൽപ്പിക്കുന്നില്ല, സ്നേഹം വഴിമാറിക്കൊടുക്കുന്നതാണ്, കഠിനമായ ഓർമ്മകളെ ചുമക്കാത്തതാണ് സ്നേഹം, സ്നേഹം മരിക്കുന്നില്ല. രണ്ടാമത്തേത് കമ്പാഷൻ, ആർദ്രത. സഹജീവികളോടുള്ള കരുതലും സ്നേഹവുമൊക്കെ നമ്മളുടെ ഒരു ഔദാര്യമായി നാം കരുതരുത്. ഐ റെസ്പെക്ട് ദ ഡിവിനിറ്റി ഇൻ യു. നമസ്തേ. മൂന്നാമത്തേത് ഫർഗീവ്നെസ്. മനാസെ, നീ മറക്കണം. മനാസെ, നീ മറക്കണം. 4ാമത്തേത്, ഞാൻ ആരെന്ന് നിങ്ങൾ കരുതുന്നു? നീ ദൈവത്തിൻ്റെ പുത്രനായ മെശിഹ ആകുന്നു. ആരാണ് മെശിഹ? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ ഇങ്ങനെ കുറുകെ കിടക്കുവാൻ സഹായിക്കുന്നവൻ മെസ്സിഹ. 5ാമത്തേത് മൈത്രി, കമ്പാനിയൻഷിപ്പ്. എന്താണ് ചോദ്യം? എന്നു മുതലാണ് എൻ്റെ ആകാശം നിനക്ക് ശൂന്യതയായി മാറിയത്? ആത്മാവിൽ തൊട്ട നല്ല സ്നേഹബന്ധങ്ങളിലേക്കുള്ള ക്ഷണമാണ്. 6ാമത്തേത് നാം ഇന്ന് ധ്യാനിക്കുന്നത് സാൽവേഷൻ ആണ്, മോക്ഷം. ലോകത്തിലെ ഏറ്റവും വലിയ കടലിൻ്റെ പേരാണ് പസഫിക്. ഭൂമിയിലുള്ള മുഴുവൻ ജല സ്രോതസ്സും എടുത്തു വെച്ചാൽ അതിൻ്റെ പകുതിയിൽ കൂടുതൽ ഇങ്ങനെ പസഫിക്കിലാണ്. 7 കോണ്ടിനെൻസും ഇങ്ങനെ ചേർത്ത് വെച്ചാൽ അതിലും വലുതാണ് പസഫിക്. എങ്കിലും നമ്മളിങ്ങനെ പസഫിക്കിൽ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കുകയോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടേയില്ല. ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെ വളരെ ശാന്തമാണ്. അതിൻ്റെ പേര് പറയും പോലെ പസഫിക് എന്ന പേരിനെ അന്വർത്ഥമാക്കും രീതിയിൽ ശാന്തമാണ് പസഫിക്. വേദപുസ്തകത്തിൽ നമുക്ക് പരിചയമുള്ള മറ്റൊരു കടലുണ്ട്. ഏതാണത്? ഗലീലി. 11 മൈൽ നീളവും 8 മൈൽ വീതിയുമുള്ള ഈ ഗലീലയിൽ ഒരു ചെറിയ പ്രകൃതിയിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ പോലും ഗലീലെ ഇങ്ങനെ അസ്വസ്ഥമാക്കും. അപകടങ്ങൾ കൃത്യമാണ്. ഇങ്ങനെ നിരന്തരം അപകടങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു സ്ഥലം. എന്താണ് മോക്ഷം?
നമ്മുടെ മനസ്സ് ഈ ഗലീലി പോലെയാണ്. ചെറിയ പ്രതിസന്ധികളിൽ ഇങ്ങനെ ഉലഞ്ഞു പോകുന്നതാണ് നമ്മുടെ മനസ്സ്. മോക്ഷം എന്നത് ഗലീലിയിൽ നിന്നും പസഫിക്കിലേക്കുള്ള യാത്രയും അതിൻ്റെ മാറ്റവുമാണ് മോക്ഷം. ഗലീലി ടു പസഫിക്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? എൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനം. എന്താണ് ധ്യാനം? സ്വന്തമായിട്ടൊരിടം കണ്ടെത്തി അതിലിങ്ങനെ അഗാധമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് ധ്യാനം. സ്വന്തമായൊരിടം കണ്ടെത്തി അതിൽ അഗാധമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് ധ്യാനം. കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഇടം കണ്ടെത്തുക? ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. എന്നാലും നമ്മളതിൻ്റെ ഒരു ആസ്പെക്റ്റ് നമ്മൾ കണ്ടു, ഇങ്ങനെ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്, മൈൻഡ്ഫുൾനെസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എന്താ ചോദ്യം? താങ്കൾ ആരാണ്? ഒരു ഉദാഹരണം എന്ന നിലയിൽ നമുക്കെടുക്കാം. എൻ്റെ പേര് ഐറിൻ ജോസഫ്. പേരല്ല ചോദിച്ചത്. ഞാൻ താഴത്തങ്ങാടി വീട്ടിൽ ഇന്ന ആളുടെ മകളാണ്. അവിടെ പാരമ്പര്യമല്ല ചോദിച്ചത്. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. നിങ്ങളുടെ ജോലിയല്ല ചോദിച്ചത്. ഞാനിങ്ങനെ ജോസഫിൻ്റെ ഭാര്യയാണ്, അമിത്തിൻ്റെയും ആകാശിൻ്റെയും അമ്മയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല ചോദിച്ചത്. ചോദ്യം ഇതാണ്: ഇതെല്ലാം മൈനസ് ചെയ്താലും നമ്മളുണ്ടോ? ഡു വി എക്സിസ്റ്റ്? ആ തിരിച്ചറിവാണ് ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൻ്റെ ആരംഭം. ആ തിരിച്ചറിവ് സാധ്യമാകുന്നതിൻ്റെ പേരാണ് ധ്യാനം. Says that there are two important days in your life. One is the day you're born, and the next is the day you realize why. ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ഇങ്ങനെ അൺഅഫക്റ്റഡ് ആയ ഒരു സ്പേസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? ധ്യാനം. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. ടുഡേ യു ബി വിത്ത് മീ ഇൻ പാരഡൈസ്. എന്താ അതിൻ്റെ അർത്ഥം? ഈ പാരഡൈസ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ പദമാണ്. ഫെൻസ്ഡ് ഗാർഡൻ എന്ന അർത്ഥം. ഫെൻസ് ഗാർഡൻ. പേർഷ്യൻ രീതികളൊക്കെ അറിയാവുന്നവർക്കറിയാം. സുൽത്താൻമാരാണ് അവർ ഭരിക്കുക. സുൽത്താന് താല്പര്യം തോന്നുന്ന പ്രജകളെ ഈ ഗാർഡനിലേക്ക് വിളിക്കും. അവരോടൊപ്പം സമയം ചെലവഴിക്കും, ഭക്ഷണം കഴിക്കും, ഉലാത്തും. അങ്ങനെ സുൽത്താൻ്റെ പ്രീതിക്ക് പാത്രീഭവിച്ച മനുഷ്യരെ പിന്നെ ആ ദേശം ഭയങ്കര ആദരവോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. In other words, paradise means walking with the master amidst the woods. Walking with the master amidst the woods. We have a master who loves us unconditionally. We have a master who assures us eternal peace and life with perpetual hope for tomorrow. And we have a master who erases all our sins, no matter how unforgivable atrocities they are. അങ്ങനെയാണെങ്കിൽ ഇതാണ് പാരഡൈസ് എങ്കിൽ ഈ മോക്ഷത്തിലേക്കുള്ള ഒരു ബ്ലോക്കേജ് എന്താ? സിന്നാണ്, പാപം. എന്താണ് ഈ പാപം? വർഷങ്ങളായി നമ്മുടെ പാപസങ്കല്പം എന്ന് പറയുന്നത് മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, ഇതിലേക്ക് അവസാനിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ ഡ്രഗ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ സിൻ? Anything that misses a name is sin. In other words, any meaningless act is sin. ഓരോ 4 സെക്കൻഡിലും ലോകത്തൊരാൾ മരിക്കുന്നുണ്ട്. ട്രെയിൻ അടിച്ചൊന്നുമല്ല, ഈ ഭക്ഷണം കിട്ടാഞ്ഞിട്ടാ. ഒരു നേരത്തെ ഭക്ഷണം, ഒരു പിടി അരി അന്നമുണ്ടെങ്കിൽ ഈ 4 സെക്കൻഡിൽ ഒരാൾ മരിക്കുന്നില്ല എന്നാണേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ നാം ഉണർന്നിട്ട് ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴിടയ്ക്ക് 19,700 പേര് ഈ ലോകത്ത് നിന്ന് മരിക്കുന്നുണ്ട്, ലോകത്തിൽ ഭക്ഷണം കിട്ടാതെ. ഈ വിഭവസമൃദ്ധി നിറയുന്ന തീന്മേശകളിൽ നമ്മുടെ ബോധ്യമാകുന്നില്ലെങ്കിൽ അത് പാപമാണ്. മാത്തുക്കുട്ടിയുടെ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ $200,000 ചെലവാക്കുന്നത്. എനിക്ക് $350,000 മെനു സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് സിൻ. നമ്മുടെ ഗോൾസ് ഒക്കെ ഇങ്ങനെ എക്സ്ട്രിൻസിക്കായി മാറുകയാണെങ്കിൽ ദാറ്റ്സ് സിൻ.
2000-ൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ. നനച്ചിരിക്കാതെ പെയ്ത മഴയത്ത് 2 പെൺമക്കളെ നഷ്ടപ്പെടുന്ന ഒരമ്മ ഒലിച്ചു പോയതാ. അവരിങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ അതിലേറെ അവരെ വേദനിപ്പിക്കുന്ന എന്തെന്നറിയാമോ? ഈ മക്കളെ അടക്കം ചെയ്യാനിടമില്ല. ഒടുവിൽ അടുക്കളയിൽ ഒരു കുഴി കുത്തി തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെ അവിടെ അടക്കം ചെയ്ത് അതിൻ്റെ ചൂടാറും മുമ്പേ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വിധിക്കപ്പെട്ട ഗിരിജ എന്ന സ്ത്രീയാണ്. കേരളത്തിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മനുഷ്യർക്കറിയാം, 50,000-ഓളം വരുന്ന ദളിത് ആദിവാസി കോളനികളുണ്ട് കേരളത്തിൽ. അവിടെ ഒന്നും ഇതുപോലെയുള്ള പൊതുവിടങ്ങളില്ല. ഒരു മരണം സംഭവിച്ചാൽ ഇതൊരു നിത്യസംഭവമാണ്. മലയാള മനോരമ പുറത്തുവിട്ട ഒരു കണക്കിങ്ങനെയാണ്, 2017 കണക്കാണ്. 13 ലക്ഷം മണിമാളികകൾ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്നു ആൾതാമസമില്ലാതെ. ഈ മണിമാളികൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നറിയാവോ? 3000 സ്ക്വയർ ഫീറ്റിന് മേലുള്ള വീടുകളുടെ കാര്യം പറയുന്നത്. ഇങ്ങനെ നമ്മൾ സമ്പാദിച്ച് ഇങ്ങനെ ബോർഡർ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇന്ന് ആൾക്കാർക്ക് വെറുതെ കൊടുത്താൽ പോലും വേണ്ട. അടുത്തിടെ ഒരു സ്നേഹിതൻ വന്നിട്ടൊരു 10-40 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എടുത്തോളാനാണ് പറയുന്നത്. നമുക്കും വേണ്ട. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അപരാധം മാത്രമല്ല, ചെയ്യാതെ പോകുന്ന സുഹൃതം കൂടിയാണ് പാപമെന്ന് മറന്നു പോകരുത്. സാൽവേഷൻ എന്താണ്? എന്തിൽ നിന്ന് നമുക്ക് ഈ മോക്ഷം ഉണ്ടാവേണ്ടത്? ആദ്യം വേണ്ടത് നമ്മുടെ ഈ മനസ്സിൻ്റെ ചെയ്യലുകളിൽ നിന്നാണ് മോക്ഷം വേണ്ടത്. തൊട്ടടുത്തിരിക്കുന്നവനെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. ഒരിക്കലിങ്ങനെ ഒരു മുതിർന്ന സന്യാസിയും ഒരു യുവ സന്യാസിയും ഇങ്ങനെ ഒരു ദൂരയാത്രയിലാണ്. ഒരു കുത്തിയൊലിക്കുന്ന പുഴയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. പിന്നെ സ്ത്രീകളെ തൊടില്ലെന്ന് ശബ്ദം ചെയ്തിട്ടുള്ളവരാണല്ലോ സന്യാസിമാർ. അപ്പോൾ പെൺകുട്ടി വന്ന് ഈ മുതിർന്ന ഈ സന്യാസിമാരോട് പറഞ്ഞു, എനിക്ക് പുഴ മുറിച്ച് കിടക്കാൻ സാധ്യമല്ല, എന്നെ ഒന്ന് അപ്പുറത്ത് കിടക്കാൻ സഹായിക്കുമോ? മുതിർന്ന സന്യാസി ഒരല്പം പോലും ചിന്തിക്കാതെ ഈ പെൺകുട്ടിയെ ഇങ്ങനെ തോളിലേറ്റി ഈ പുഴ മുറിച്ച് കിടക്കുകയാണ്. കൂടെ വന്ന് യുവസന്യാസിക്ക് ഇത് തീരെ സഹിക്കുന്നില്ല. പക്ഷെ മുതിർന്ന സന്യാസിയാണല്ലോ, എങ്ങനെയാ ചോദിക്കുക? സമയമേറെ കഴിഞ്ഞു. ഇയാളുടെ ആശങ്ക ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഒടുവിൽ അവസാനം ഇങ്ങനെ മുതിർന്ന സന്യാസി തടഞ്ഞു നിർത്തി ചോദിച്ചു, നിങ്ങളിങ്ങനെ സ്ത്രീകളെ തൊടില്ലെന്ന് ശബ്ദം ചെയ്ത ആളല്ലേ, എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഇയാൾ എങ്ങനെ മറുപടി പറഞ്ഞെന്നറിയാമോ? ഞാൻ ആ പെൺകുട്ടിയെ എപ്പോഴേ അവിടെ മറുകരയിൽ ഇറക്കി വിട്ടതാണല്ലോ, നീ ഇപ്പോഴും അവളെ ചുമക്കുകയാണോ? ഈ നമ്മുടെ മനസ്സിൻ്റെ ചെയ്യലുകളിൽ നിന്നാണ് നാം ഇങ്ങനെ മോചനം സാധിക്കേണ്ടത്. എന്താണ് മോക്ഷം? ഒരിക്കലിങ്ങനെ ആടിനെ മോഷ്ടിച്ച മനുഷ്യനെ ആ ദേശക്കാരെല്ലാം കൂടെ കയറി ഇങ്ങനെ പിടിച്ച് ആ ദേശത്തിൻ്റെ നിയമമനുസരിച്ച് അയാളെ ഇങ്ങനെ നെറ്റിത്തടത്തിൽ പച്ച കുത്താൻ തീരുമാനിക്കുക. ആടിനെ മോഷ്ടിച്ചതിൻ്റെ അർത്ഥത്തിലാവാം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഷീപ്പ് എന്നർത്ഥത്തിൽ യെസ് എന്ന് പച്ച കുത്തി. നാളുകൾക്ക് ശേഷം ഇയാൾക്കൊരു വിമലീകരണം ഉണ്ടാവുകയും അയാൾ ആ നാടിൻ്റെ നായകനായി മാറുകയും ചെയ്യുക. നാടിൻ്റെ നായകനായി മാറി ഈ മനുഷ്യൻ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കടത്തിണ്ണയിൽ ഇങ്ങനെ കുനിപ്പിടിച്ചിരിക്കുമ്പോൾ അതിലേ കടന്നുപോയ ഒരു കൊച്ചുകുട്ടി എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഈ അങ്കിളിൻ്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ യെസ് എന്ന് പച്ച കുത്തിയിരിക്കുന്നത്? അമ്മ ഇങ്ങനെ മറുപടി പറഞ്ഞു, അതോ മോനെ, ആ യെസ്സിൻ്റെ അർത്ഥം സെയിൻറ്റ് എന്നാണ്. സിന്നർ ടു സെയിൻറ്റ് സാധ്യമാണ്. ഏതൊരു സമയത്തും ഒരു യു ടേൺ സാധ്യമാണ് എന്നതിൻ്റെ പേരാണ് സാൽവേഷൻ. അതാണ് ക്രൈസ്റ്റ് നമ്മളോട് പറയുന്നത്. യു ആർ നോട്ട് ലോസ്റ്റ്, യു ആർ നോട്ട് ലേറ്റ്, യു ആർ നോട്ട് ലേറ്റ്. യു ടേൺ സാധ്യമാണ്. ഏത് സമയത്തും നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ മാറ്റി എഴുതാം എന്നുള്ള ബോധ്യമാണ്. ഈ ക്രൈസ്റ്റിൻ്റെ ഏറ്റവും വലിയ ട്രേറ്റ് എന്തായിരുന്നു അറിയാമോ? പെസഫിക് ആയിരുന്നു. ഈ പെസഫിക്കിൽ എന്തുകൊണ്ട് ഈ അപകടങ്ങൾ സംഭവിക്കാഞ്ഞത്? അതിൻ്റെ ആഴം കൊണ്ടാണ്. അവിടെ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തതല്ല, പക്ഷെ അതിൻ്റെ ആഴം അത്രത്തോളം ഉണ്ടായതുകൊണ്ടാണ് ഇറ്റ് വാസ് ഏബിൾ ടു അബ്സോർബ് ഇറ്റ്. ഗലീലി ടു പെസഫിക് ക്രൈസ്റ്റിൻ്റെ ഏറ്റവും വലിയ ട്രേറ്റ് ആയിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഈ കാറ്റും കോളും ആടി ഒലയുന്ന പടകിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഒക്കെ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നത്. തീപ്പന്തമേറുന്ന പട്ടാളക്കാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് ഇങ്ങനെ സമചിത്തതയോടെ ചോദിക്കാൻ സാധ്യമാകുന്നത് ഈ സ്വാസ്ഥ്യം കാരണം.
നിങ്ങൾ നസ്രയനായ യേശുവിനെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖത്തുനിന്ന് ഇങ്ങനെ കണ്ണെടുക്കാതെ തലയെടുപ്പോടെ അയാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നു, അത് ഞാൻ തന്നെ. സ്വാസ്ഥ്യം കാരണം ഗലീലി ടു പസഫിക്. യേശുവിനെ ദൈവപുത്രൻ എന്ന് ആദ്യം എൻഡോഴ്സ് ചെയ്യുന്ന ആരാ? ശിഷ്യന്മാരാണോ? ആരാ? ശതാധിപനാ. 100 പട്ടാളക്കാരുടെ ഉടമയായ ശതാധിപനാണ് ഇങ്ങനെ എൻഡോഴ്സ് ചെയ്യുന്നത്. അയാളാണിങ്ങനെ ഈ വിചാരണ സമയം മുതൽ മരണം വരെ കൂടി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. 1000കണക്കിന് മരണങ്ങൾ കണ്ടിട്ടുള്ള ആളാണ്. ഇത്ര പരിഭവങ്ങളില്ലാതെ തൻ്റെ വിധിയിലേക്ക് ഇങ്ങനെ നടന്നു കയറിയ മറ്റൊരാളെയും അയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അയാൾ ഇങ്ങനെ പറയുന്നു, സത്യമായും ഇവൻ ദൈവപുത്രൻ തന്നെ, സത്യമായും ഇവൻ ദൈവപുത്രൻ തന്നെ. ബോബിയച്ചൻ പറഞ്ഞൊരു കഥയാണ്. ഇവിടെ പറഞ്ഞ് നമ്മൾ സാൽവേഷന് മുമ്പോട്ട് പോകാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് ICUവിൻ്റെ ചുമതലയുള്ള ഡോക്ടർ അജയൻ പറഞ്ഞൊരു സംഭവം. ഒരു വൈകുന്നേര സമയം ടെർമിനലിലായ തൻ്റെ മകനുമായി ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുകയാണ് രാമൻകുട്ടി എന്ന മനുഷ്യൻ. കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർമാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ കുഞ്ഞൊന്ന് സെറ്റിലാകുന്നില്ല. അതിങ്ങനെ നഴ്സുമാരിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന രാമൻകുട്ടി ഡോക്ടർ അജയൻ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടറെ ഇങ്ങനെ തടഞ്ഞു നിർത്തി പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ രാമൻകുട്ടി? ഡോക്ടർ, അവന് വയ്യാതായ ദിവസം മുതൽ ഇന്ന് വരെയും എൻ്റെ നെഞ്ചോരത്ത് കിടന്ന് അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അകത്തേക്ക് വരാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ ഡോക്ടർ അവനോടൊന്ന് പറയണം, അവൻ കിടക്കുന്ന ബെഡിനോട് ചേർന്നുള്ള ഭിത്തിക്കപ്പുറത്ത് അവൻ്റെ അച്ഛനുണ്ട്, സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ. ഒരു വൈകുന്നേരം നടന്ന സംഭവം. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ഈ ICUവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടർ അജയൻ കാണുന്ന കാഴ്ച എന്തെന്നറിയാമോ? മെല്ലിച്ച് 5 അടി 4 ഇഞ്ച് ഉയരമുള്ള ഈ രാമൻകുട്ടി എന്ന മനുഷ്യൻ തൻ്റെ നെഞ്ചും കൂടി ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ഇങ്ങനെ നിൽക്കുക. ചേർത്ത് നിന്നാൽ മാത്രം മതി. അപ്പൻ്റെ കരവലയത്തിലാകുന്നതിൻ്റെ പേരാണ് മോക്ഷം. അപ്പൻ്റെ കരവലയത്തിലാകുന്നതിൻ്റെ പേരാണ് മോക്ഷം. സാൽവേഷൻ്റെ ഒരു മെഡിറ്റേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവാ. Hope. Sunday gatherings, collective singing, baptism, wedding, funerals, shared testimonials, silent meditation. If you think that I'm describing our church, well, these are the features of the New Age atheist churches. And the recent study states that these kind of secular congregations are on a rise in the United States. As a faith community, it is very important that we need to introspect as to what is lacking in our church, in our faith, that more and more of our youngsters are getting attracted to the same kind of rituals, same kind of structure, but without God, without religion, and without faith. I strongly believe one of the major reasons why churches across the world are losing its believers is because we fail to interpret Bible in today's context and today's needs. The matter of fact is that Christ's message is so simple, it's so timeless, and it is even relevant to today's digital lives and even the augmented realities. His messages were as relevant today as they were thousands of years ago. The so-called atheist secular congregations might succeed in providing the community sharing experience to its followers. But one thing that they're clearly lacking, the very reason why our churches exist, Christ. As I said before, our Redeemer, our Healer, one who loves us unconditionally. Hope. ഇൻറ്റർസസറി പ്രെയറിൻ്റെ ഒരു സാന്നിധ്യത്തിലും ധൈര്യത്തിലൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹൃദയം പൊട്ടി അച്ഛനെന്ന് പ്രാർത്ഥിക്കുന്നത്. എന്താണത്? പ്രതീക്ഷയാണ്. എന്താണ് പ്രതീക്ഷ? ഈ വേദപുസ്തകം ലോകത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയുടെ പേരെന്താണെന്നറിയാമോ? തേർഡ് ഡേ. യഹൂദ മതവും സമൂഹമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ശരീരത്തിൽ ആത്മാവുണ്ടാകും 3 ദിവസം വരെ.
അതുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചാലും 3 ദിവസം വരെ ഇങ്ങനെ ആ വീടുകൾ പ്രാർത്ഥനാമുഖരിതമായിരിക്കും. 3 ദിവസത്തിന് ശേഷമാണ് ശരീരം ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ ലാസറിൻ്റെ കല്ലറയ്ക്കിലേക്ക് എത്തുമ്പോൾ സഹോദരിമാരിങ്ങനെ തടയുന്നത്. എന്താ പറയുന്നത്? 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിനക്ക് ഇടപെടാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് തേർഡ് ഡേ? മനുഷ്യൻ്റെ പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സമയം ആരംഭിക്കുന്നതിൻ്റെ പേരാണ് തേർഡ് ഡേ. Fringe of man's expectation and the right time for God. That's called third day. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മളിങ്ങനെ തേർഡ് ഡേയെ പറ്റി ആദ്യമായി പ്രതിപാദിച്ച് കേൾക്കുന്നത്. ആരായിരുന്നു ഹോശേയ? ഇങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം ഇങ്ങനെ ഒരു ഗണികയെ വിവാഹം കഴിക്കുന്ന മനുഷ്യനെ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിക്കുന്ന ആളാണ് ഹോശേയ. ഈ ഗോമറിനെ പോലെ ഇത്ര ഭാഗ്യം ചെയ്ത് മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല. ഇത്ര അൺകണ്ടീഷണൽ ഇങ്ങനെ ചേർത്ത് നിർത്തുക. അയാളാണ് പറയുന്നത് എന്ത്? അവൻ നമ്മെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ഉയർപ്പിക്കും. 3-ാം നാൾ ഉയർപ്പിക്കും. ഈ കൺവെൻഷൻ ആരംഭിക്കുന്ന ദിവസം രാവിലെ ഡോക്ടർ വിൻസി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിത മരണപ്പെട്ടു. 42 വയസ്സായിരുന്നു. ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത്. സാധാരണ മരണം കഴിയുമ്പോൾ ആൾക്കാർ പറയുന്ന കൊച്ചു വർത്താനമൊന്നുമല്ല. അവിടെ വന്ന് ഓരോ മനുഷ്യരും പറയുന്ന വർത്താനം എന്താണെന്നറിയാമോ? അവൾക്ക് പകരം എന്നെ ഒന്ന് എടുത്തുവിടായിരുന്നു എന്നാ. വാക്കുകൊണ്ടുപോലും, ഒരു നോക്കുകൊണ്ടുപോലും, ഒരു പ്രവൃത്തി കൊണ്ടുപോലും ഒരാളെയും കുറ്റം പറയാത്ത, വേദനിപ്പിക്കാത്ത ഏഞ്ചൽ ലൈക്ക് വുമൺ. അഞ്ചപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്നേഹിതയായിരുന്നു. ലിറ്ററലി ആൾക്കാർ കരഞ്ഞു. വൈ ഗാഡ്, എന്തിനവൾ? വൈ മീ എന്ന് കരഞ്ഞു പോയ നിരവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തിനാ ദൈവമേ എന്നോട്? മറന്നു പോകരുത്, അവനോളം നമ്മെ പിടുത്തം കിട്ടുന്ന മറ്റൊരാളും ഈ ഭൂമിയിലില്ല. അതാ കാരണം നാം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയുടെയും ഏറ്റവും തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടവൻ. തർക്കമുണ്ടോ? ഏകാന്തത, ദാരിദ്ര്യം, ഹി വാസ് ഹോംലെസ്, അപമാനം, മുഖത്ത് നിങ്ങളെ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? ചെകിടത്ത് മാറി മാറി അടിച്ചിട്ടുണ്ടോ? അങ്ങനെ നാം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയുടെയും ഏറ്റവും തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവനാ പറയുന്നത് ഭയപ്പെടേണ്ട. എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? 3 കാര്യങ്ങളാ. കൊലോസ്യർ 1:16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. It all began with him. രണ്ടാമത്തത് എന്താ? യശയ്യാപ്രവാചകന്റെ പുസ്തകം 44:2. നിന്നെ ഉരുവാക്കിയവനും ഗർഭപാത്രത്തിൽ നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട. You're tailor-made. You're a custom design. You're not an accident. You're unique. Do not be afraid. 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഇത് പറയുന്നു. നമ്മളിങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. Don't be afraid. 3 എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങൾ 39:4. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അടിമാറാകണമേ. ലൈഫ് ഇസ് എ ടെമ്പററി എൻഗേജ്മെന്റ്. ഡോണ്ട് ടേക്ക് ourselves so seriously. എന്താ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു ബേസ്, ഒരു സിമ്പൽ എന്താ പറയാനൊരു പ്രത്യേകിച്ച് കാരണം എന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രോസാണ്. നമ്മൾ ക്രോസിനെ ഇങ്ങനെ കൃത്യമായി ധ്യാനിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. നിന്ദ്യമായതിനെ വന്യമാക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് ക്രോസ്. മാനവരാശിയുടെ വിമോചനത്തിൻ്റെ പ്രതീകമാണ് ക്രോസ്. പുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നതിൻ്റെ പേരാണ് ക്രോസ്. നമ്മുടെ രക്ഷയുടെയും സംരക്ഷണത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ പ്രതീകമായത്. എന്തിനെത്ര പരത്തി പറഞ്ഞെന്നറിയാമോ? ഇങ്ങനെ ഈ ക്രോസിനെ നിരാകരിക്കാനുള്ള ഒരു പുതിയ കാലത്തിൻ്റെ പഠിപ്പിക്കലുകളുണ്ട്. പ്രോസ്പെരിറ്റി തിയോളജിയുടെ പഠിപ്പിക്കലുകളാണ്.
ഇതിങ്ങനെ ഒരു നെഗറ്റീവ് സിമ്പലാണെന്നൊക്കെയുള്ള ചാരണയുടെ പുറത്ത് ഇങ്ങനെ കുരിശു വരയ്ക്കാതിരിക്കാനുള്ള ഒരു പുതിയ പ്രവണത വർത്തമാന സമൂഹത്തിനിടയിൽ, വിശ്വാസ സമൂഹത്തിനിടയിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. മറന്നു പോകരുത്, ഇത് നമുക്കൊരു അലങ്കാരമോ അടയാളമോ ഒന്നുമല്ല. ഇതവൻ തന്നെയാണ്. ക്രൂശ് വരയ്ക്കണം, ക്രൂശ് വഹിക്കണം, ക്രൂശ് ധരിക്കണം. കുട്ടിക്കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ കഥകളിലൊന്നും ഇങ്ങനെയാണ്. ഒരാളിങ്ങനെ കടൽ തീരത്ത് യേശുവിനോടൊപ്പം നടക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 4 കാൽപാദങ്ങൾ കാണാം. കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അയാളിങ്ങനെ ഞെട്ടലോടെ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ വ്യതകാലങ്ങളിൽ, തൻ്റെ വേദനയുടെ കാലങ്ങളിലാണ് ഈ 2 കാൽപാദങ്ങൾ കാണാതെയാകുന്നതെന്ന്. ഏറെ പരിഭവത്തോടെ അയാളിങ്ങനെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എൻ്റെ വ്യതകാലങ്ങളിൽ നീ എന്നെ എന്തിനാ ഇങ്ങനെ കൈവിട്ട് കളയുന്നത്? യേശു മറുപടി പറയുന്നത് എന്താണെന്നറിയാമോ? അതോ മോനെ, നീ ആ കാണുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന 2 കാൽപാദങ്ങൾ അത് നിൻ്റെ അല്ല, എൻ്റെയാ. നീ ഇങ്ങനെ കൈകളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു, നീ തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം. മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കൂടോർത്ത് കരയാതെ ഇങ്ങനെ പുതിയൊരു ചില്ലക്കൊമ്പുമായി പ്രളയജലത്തിന് മുകളിലൂടെ പോകുന്ന പക്ഷി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ നാഷണൽ ജിയോഗ്രഫിയൊക്കെ കാണുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒന്നിൻ്റെ അവസാനമല്ല, ഒന്നിൻ്റെ അവസാനമല്ല, ഒരാരംഭം സാധ്യമാണ്. നമ്മുടെ ക്യാൻസർ സർവൈവറായിരുന്ന മമത മോഹൻദാസിനോട് ഒരിക്കൽ പത്രപ്രവർത്തകർ ചോദിച്ചു, ഹൗ ഡു യു ഫീൽ? അവരിങ്ങനെ മറുപടി പറഞ്ഞത്, അങ്ങനെ ക്യാൻസറിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലാണ് അവരോട് ഇങ്ങനെ ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഐ എം ഇൻ കൺട്രോൾ. അച്ഛൻ നേരത്തെ ഓർമ്മിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. അങ്ങനെ 2 രീതിയിൽ നമുക്കിങ്ങനെ രോഗത്തെ ഇങ്ങനെ അഭിമുഖീകരിക്കാം. ഒന്ന് പരിഭവങ്ങളോടെ, എല്ലാം അവസാനിച്ചു, ദാറ്റ്സ് എൻഡ് ഓഫ് എവറിത്തിങ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമ്മളോട് തന്നെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരു സഞ്ചാരമാകാം. 2, ഞാൻ വാതിലാകുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്കതിനെ സമീപിക്കാം. അതിൻ്റെ അർത്ഥം ഞാനറിയാതെ ഒന്നും പ്രവേശിക്കുന്നില്ല, ഞാനറിയാതെ ഒന്നും പുറത്തേക്കും പോകുന്നില്ല. ഒരു തലമുടി നാര് പോലും, ഇങ്ങോട്ട് നോക്കണ്ട, ഒരു തലമുടി നാര് പോലും ഞാനറിയാതെ പോകുന്നില്ലെന്നാണ് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വൈ അഫ്രൈഡ്? ആന്റണി റേ ഹിൻറ്റൺ 30 വർഷങ്ങളിങ്ങനെ ഡെത്ത് റോയിൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ആൽബനിയിൽ ഇങ്ങനെ ജയിലിൽ കിടന്നൊരു മനുഷ്യൻ്റെ ഒരു കഥയുണ്ട്. മസ്റ്റ് റീഡാണ്. ദ സൺ ഡസ് ഷൈൻ. വായിക്കണം. അയാളെങ്ങനെ 30 വർഷവും ഒരു വെള്ളിയാഴ്ച പോലും മുടങ്ങാതെ കാണാൻ വരുന്ന അയാളുടെ സ്നേഹിതനെ നമ്മൾ മനസ്സിലാക്കണം. ദ സൺ ഡസ് ഷൈൻ. ഹ്യൂമൻ കൈൻഡ്, എ ഹോപ്പ്ഫുൾ ഹിസ്റ്ററി. ബർഗ്മാൻ്റെ പുസ്തകമാണ്. വി ഷുഡ് റീഡ് ഇറ്റ്. 3-മതൊരു പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുക. അതായത് അത് വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ മാൻ സെർച്ച് ഫോർ മീനിങ്ങാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ മനുഷ്യർ അവരുടെ ജീവിതത്തെ അതിജീവനത്തിന് സാധ്യമാകുന്നത് ഈ ഹോപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. ആന്റണി റേ ഹിൻറ്റനെ നിങ്ങൾ വായിക്കണം, വായിക്കാതെ പോകരുത്. ഹോളിൻസേ ഇങ്ങനെ എഴുതുന്നുണ്ട്, man can survive without food for almost 40 days, without water for 8 days, without water for 3 days, and without air for around 8 minutes, but without hope not even a second. ഈ കനലെരിയുന്നുണ്ടാവും ഉള്ളിൽ. മറന്നു പോകരുത്, ഒരു മഴച്ചാറ്റം മതി നിറാതിരിക്കാൻ. ഒരു തിരുനാളം തെളിച്ചവൻ അറിയാം ഇങ്ങനെ കെടാതെ കാത്തു സൂക്ഷിക്കുവാൻ. വളരെ പ്രത്യാശ നിർഭരമായ ജീവിതത്തെ എത്രയധികം ചലഞ്ച് ചെയ്ത മറ്റൊരു അനുഭവം ഉണ്ടാകില്ല. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി ആയിരുന്നു ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ. 1813 പ്ലാന്റേഴ്സ് സ്കോട്ട്ലൻഡിൽ ജനിച്ച ഡേവിഡ് ലിവിങ്സ്റ്റണിൻ്റെ ബാല്യകാലമെന്ന് പറയുന്നത് അപ്പൻ്റെ മടിയിലിരുന്ന് ധീരരായ മിഷണറിമാരുടെ ജീവചരിത്രം കേട്ട ഒരു ബാല്യകാലമായിരുന്നു. അന്ന് അയാളിങ്ങനെ ഉറപ്പിക്കുക, എനിക്കൊരു ഡോക്ടറാകണം, എനിക്കൊരു മിഷണറി ആകണം. എന്നിട്ട് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മുഴങ്കാൽ മുടക്കി അയാളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ലോർഡ് സെൻഡ് മീ എനിവേർ, only go with me. Lord, lay any burden on me, only sustain me.
ലിവിങ്സ്റ്റൻ്റെ കഥ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സമയം കാരണം ഇങ്ങനെ അതിൻ്റെ 1-2 ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ ഈ പ്രാർത്ഥന ഒരു പുതിയ തലമുറ ഇങ്ങനെ ചേർത്ത് നിർത്തേണ്ട പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നത്. ലോർഡ്, സെൻഡ് മീ എനിവെയർ, only go with me. Lay any burden on me, only sustain me. ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു പോവാ. ജീവിതം ഇങ്ങനെ പറയാനുള്ള ഭയങ്കരമായൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും രണ്ടാമത്തെ ഒരു ജീവിതാനുഭവം ലിവിങ്സ്റ്റണുമായി ബന്ധപ്പെട്ട് പറയുന്നത് തങ്ങളുടെ പ്രാണൻ്റെ പാതിയായവളെ ഇങ്ങനെ ആഫ്രിക്കയുടെ മണ്ണിൽ അടക്കം ചെയ്തിട്ട് ലിവിങ്സ്റ്റൺ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അത്രമേൽ പ്രിയമായിരുന്നു അയാളുടെ ഭാര്യയോട് അയാൾക്ക്. ഇയാളുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആഫ്രിക്കയിലേക്ക് വന്നിറങ്ങുന്നതിൻ്റെ 2-ാമത്തെ ദിവസം മാരകമായൊരു രോഗം പിടിപെട്ട് ആഫ്രിക്കയുടെ മണ്ണിൽ വെച്ച് മരണപ്പെടുന്നതിൻ്റെ പ്രിയപ്പെട്ട മേരിയെ ഇങ്ങനെ അടക്കം ചെയ്തതിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളിങ്ങനെ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോർഡ്, ഐ വൺസ് അഗെയിൻ കോൺസെക്രേറ്റ് മൈ ലൈഫ് ടു യു. ലോർഡ്, ഐ വൺസ് അഗെയിൻ കോൺസെൻട്രേറ്റ് മൈ ലൈഫ് ടു യു. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. ലിവിങ്സ്റ്റണെ നിങ്ങൾ വായിക്കണം. ലിവിങ്സ്റ്റൺ ഇൻ ആഫ്രിക്ക, ഹെൻറി എം സ്റ്റാൻലി എഴുതിയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ്. ഇത്രയും പ്രത്യാശ നിർഭരമായ മറ്റൊരു ജീവിതം ഞാൻ വായിച്ചിട്ടില്ല. യേശു എന്നെ ആത്മീയതയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്തെന്നറിയാമോ? അത് ദൈവത്തെ ഇങ്ങനെ അപ്പ എന്ന് വിളിക്കാനുള്ള ധൈര്യമാണ്. അപ്പ, വൈ മീ എന്നിങ്ങനെ ഒലഞ്ഞു പോകുന്ന ഏതെങ്കിലും സമയമുണ്ടെങ്കിൽ യേശുവേ, ദൈവമേ എന്ന് മാറി അപ്പ എന്നൊന്ന് വിളിച്ചേ. Things are gonna change. അപ്പ. ഹ്യൂമിലിറ്റി. ഹ്യൂമസ് എന്ന പദത്തിൽ നിന്നാണ് ഹ്യൂമിലിറ്റി ഉണ്ടാകുന്നത്. ഹ്യൂമസ്, അതാണ് എൻ്റെ എറ്റിമോളജി. അതതിൻ്റെ അർത്ഥം ഭൂമി, മണ്ണ് എന്നൊക്കെ അർത്ഥം. എനിക്കൊരു വലിയ ഭാഗ്യമുണ്ട്. മണ്ണിനെയും ഹരിതപ്രപഞ്ചത്തെയും സ്നേഹിക്കലാണ് ആത്മീയതയിലേക്കുള്ള ഇടനാഴി എന്ന് പറഞ്ഞു തന്ന ഒരു ആചാര്യൻ്റെ സ്നേഹ സാമീപ്യത്തിലായിരിക്കാനുള്ള ഭാഗ്യം ബോബി അച്ഛൻ. കഴിവുള്ളിടത്തോളം ഇങ്ങനെ ഇത്രയധികം മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടുള്ള മറ്റ് വായനകളും പുസ്തകങ്ങളും വർത്തമാനങ്ങളുമില്ല. മണ്ണിനെ പോലും ഇങ്ങനെ നോവിക്കാതെ ഒരു കാറ്റായി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. ഹി സ്മെൽ ക്രൈസ്റ്റ്. ഹ്യൂമിലിറ്റി. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ അറിയാം. ഒരു പരിഭവം പോലും എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ സാധ്യമാകുന്നതെന്ന് സംശയിച്ചിട്ടുണ്ട്. ഒരു പരിഭവം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. 4-ാമത്തെ സുവിശേഷം ഏതാണ്? 4-ാമത്തെ സുവിശേഷം യോഹന്നാൻ്റെ. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും സൂചനകൾ കൊണ്ടും നമ്മൾ ഉറപ്പിച്ചതാണ് യോഹന്നാൻ്റെ സുവിശേഷമാണെന്ന്. എഴുതിയിട്ടുണ്ടോ അതിൽ യോഹന്നാനെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക്? ഇല്ല. അതായത് രേഖപ്പെടുത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ട് അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ. ക്രിസ്തുവിന് പ്രിയപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെടാനായിരുന്നു അയാൾക്ക് ആഗ്രഹം. അപ്പോസ്തലൻ എന്ന പദവി പോലും അയാൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം അതിനകത്ത് അധികാരത്തിൻ്റെ ഒരു ടിൻറ്റുണ്ട് അത്രേ. യോഹന്നാൻ. ലിയനാർഡോ ഡാവിഞ്ചി ഇങ്ങനെ ലാസ്റ്റ് സപ്പർ വരച്ചതിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പടം കാണിക്കുക. ഇങ്ങനെയുണ്ട് പടം. പിറ്റേന്ന് റിലീസ് ചെയ്യാൻ പോവാണ്. പടം ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നതിന് മുമ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ, ആ സ്നേഹിതൻ പറഞ്ഞു, ആ വരച്ചു വെച്ചിരിക്കുന്ന ചാലിസില്ലേ, അതിനൊരു മിസ്റ്റിക് ബ്യൂട്ടിയുണ്ട്, ഒരു മാസ്മരികതയുണ്ട്. ഡാവിഞ്ചി എന്താ ചെയ്തെന്നറിയാമോ? അയാളിങ്ങനെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി യുവർ മാഗ്നം ഓപ്പസ്, അയാളുടെ മാസ്റ്റർ പീസാണെന്നൊക്കെ അയാൾ പറഞ്ഞ്. ഡാവിഞ്ചി ഇങ്ങനെ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ആ ചാലിസ് ഇങ്ങനെ മായ്ച്ചു കളയുക. എൻ്റെ പ്രിയൻ്റെ മുകളിൽ നിന്നും കണ്ണിൽ നിന്നും അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കുന്ന ഒന്നും എൻ്റെ ചിത്രത്തിൽ വേണ്ട. ഒരു മാഗ്നം ഓപ്പസ്, ഐ ഡോണ്ട് കെയർ. ഓർത്തഡോക്സ് സഭയിലെ സക്രിയാസ് മാർ അന്തോണിയോസ് എന്ന് പറയുന്ന മെത്രാപ്പൊലീത്ത ഒരു 4 മാസത്തിന് മുമ്പ് കാലം ചെയ്തു. മലയാള മനോരമയിൽ വന്ന തലക്കെട്ട് ഇങ്ങനെയാ: പാസ്പോർട്ടില്ലാത്ത മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. തിരുമേനി ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ തിരുമേനി പാസ്പോർട്ട് എടുക്കാത്തത്?
എൻ്റെ ഡയസിസിലെ ആളുകളെ സെർവ് ചെയ്യാൻ എനിക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണെന്നാ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ന്യൂലി ഓർഡൈൻഡ് ആയിട്ടുള്ള ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിങ്ങനെ എയർപോർട്ട് ബിഷപ്പുമാരാകരുത്, നിങ്ങളിങ്ങനെ വെറ്റ് ബ്ലാങ്കറ്റ് ധരിച്ച മനുഷ്യരാകരുത്. എന്താ ഈ വെറ്റ് ബ്ലാങ്കറ്റ് ധരിച്ചതിൻ്റെ അർത്ഥം? തണുപ്പ് കാലത്ത് ഇങ്ങനെ വെറ്റ് ബ്ലാങ്കറ്റ് ധരിച്ചാൽ എന്താ സംഭവിക്കുക? കൊണ്ട് തണുക്കുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ കുറച്ചുകൂടി ഊഷ്മളതയുള്ളവരാക്കണം. അതിന് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഫ്രാൻസിസ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരു വളരെ സമ്പന്നമായൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ക്രിസ്തുവിനെ പരിചയപ്പെടുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്നൊരു മനുഷ്യനാണ്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടുണ്ടോ? മലയാളം സിനിമ കണ്ടുണ്ടോ? ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ എന്താണ് അതിൻ്റെ ഒരു പ്രമേയം? ഒരു എല്ലാം നേടിയ ഒരു മനുഷ്യൻ ഒരു പേരിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ്. ഒരു പത്മശ്രീക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം. അതിലയാൾ ഇങ്ങനെ എൻഗേജ് ചെയ്യുന്ന ആരോടാണെന്നറിയാമോ? അതിനകത്ത് ഈ സെയിൻറ്റ് ആരാണ്? ഫ്രാൻസിസാണ്. ഈ ഫ്രാൻസിസിനൊരു പഴയ ചരിത്രമുണ്ട്. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഈ പത്മശ്രീക്ക് സമാനമായ ഒരു അംഗീകാരം കിട്ടുമെന്നതിൻ്റെ പേരിൽ യുദ്ധത്തിന് പോയൊരു മനുഷ്യനാണ് ഫ്രാൻസിസ്. ഒടുവിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കി അയാളിങ്ങനെ പുണ്യവാളനും നമ്മളിങ്ങനെ പ്രാഞ്ചിയേട്ടന്മാരുമായതാണ്. ഹംബിളായി ജീവിക്കാനുള്ള ക്ഷമമാണ്. ഹ്യൂമിലിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഫ്രാൻസിസ് അയാളുടെ അന്ത്യാഭിലാഷം പറയുന്നത് ക്ലാരയോടാണ്. ക്ലാരയോട് പറയുന്നത്, എൻ്റെ അന്ത്യാഭിലാഷം എന്താണെന്നറിയാമോ ക്ലാരെ? നീ ഇങ്ങനെ തെരുവിലേക്കൊക്കെ പോയിട്ട് അവിടെയുള്ള യാചകരോട് നീ യാചിച്ച് ഓരോ ചെറിയ തുണികൾ വാങ്ങണം. എന്നിട്ടിങ്ങനെ അതിങ്ങനെ തുന്നിച്ചേർത്ത് നീ എനിക്കൊരു കുപ്പായം പണിഞ്ഞു തരണം, കുപ്പായം തുന്നിത്തരണം. അയാൾക്കുണ്ടായിരുന്ന ഏറ്റവും ആർഭാടപൂർവമായ വസ്ത്രം ഇതായിരുന്നു. അയാളൊരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് OFM എന്നായിരുന്നു, ഓർഡർ ഓഫ് ദ മൈനർ, നിസ്സാരന്മാരുടെ സഭ. പക്ഷേ ഇങ്ങനെ ദരിദ്രന്മാർക്ക് വേണ്ടി ജീവിക്കുകയും ദരിദ്രമായി ജീവിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ആചാര്യന്മാരൊക്കെ വെറും വിഗ്രഹങ്ങളായി മാറിയ, അവരുടെ പഠിപ്പിക്കലുകൾ ഒക്കെ വെറും പാഠപുസ്തകങ്ങളായി മാറിയ. യേശു ഒരു ഹോംലെസ് ആയിരുന്നു, ഒരു ദരിദ്രനായ മനുഷ്യനായിരുന്നു. ലോകത്തിലെ ഏറ്റവും അധികം കോർപ്പറേറ്റ് വെൽത്ത് സമാഹരിക്കപ്പെടുന്നത് ഈ ക്രിസ്തീയ സഭകളുടെ പേരിലാണ്. ക്രിട്ടിക്കലാവുകയൊന്നല്ല, ഈ ഹ്യൂമിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് ആണ്. നീ എൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിക്കുവാനാണ് വേദപുസ്തകം പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അഹത്വം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അഹം എന്ന് പറയുന്നത് എന്തിനെ തൊടുമ്പോഴാണോ നീ ഇങ്ങനെ ഉലഞ്ഞു പോകുന്നത്? എന്തിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണോ നീ ഇങ്ങനെ സന്തുഷ്ടനാകുന്നത്? എന്തിനെ ഇങ്ങനെ ഒന്ന് പരിഹസിക്കാൻ ശ്രമിക്കുമ്പോഴാണോ നീ ഇങ്ങനെ രോഷാകുലനാകുന്നത്? അതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ഡിനൈ യുവർസെൽഫ്. ജാപ്പനീസ് ആരാധന നമസ്കാര രീതി നമ്മുടെ ഈ നമസ്തേ പറയുന്നത് പോലെ തന്നെ. എങ്ങനെയാണ് നമസ്കരിക്കുന്നത് നമുക്കറിയാം. നിന്നിലും പാതിയേ ഉള്ളൂ ഞാൻ, നിന്നിലും പാതിയേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണ്, നിന്നിലും പാതിയേ ഉള്ളൂ എന്ന് പരസ്പരം പറയാൻ സാധിക്കണം. നിങ്ങളൊരു പാർക്കിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഒരു തടാകത്തേക്ക് നോക്കിയിരിക്കുകയാണെന്ന് വെച്ചോ, അവിടെ ഒരു ജാപ്പനീസ് മനുഷ്യൻ അതിലേക്കൂടെ നടന്നു വരികയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ഒരു ഐസൈറ്റിനെ പോലും ഒബ്സ്ട്രക്റ്റ് ചെയ്യില്ല, പുറയിൽ കൂടെ പോവുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രത്തോളം മറ്റുള്ളവരെ ആദരിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവസാനിപ്പിക്കുകയാണ്, ഹ്യൂമിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ അഹന്ത തോന്നുമ്പം ഒരു വിത്തെടുത്ത് ധ്യാനിക്കണം. പല ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ, ഞാനാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ, ഞാനില്ലായിരുന്നെങ്കിൽ ഈ കൺവെൻഷൻ നടക്കില്ലായിരുന്നു. ഇവിടെ ഒന്നല്ല കേട്ടോ, ജോണൊക്കെ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളല്ലെന്നറിയാമല്ലോ. ഒക്കെ പറയുന്ന മനുഷ്യരുണ്ട്, നമ്മളൊക്കെ അടക്കം. ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഗൾഫ് യൂത്ത് കോൺഫറൻസ് ഒക്കെ, ചരിത്രത്തിൽ വലിയൊരു ഗൾഫ് യൂത്ത് കോൺഫറൻസ് ഒക്കെ നടത്തിയെന്നൊക്കെ ഒരു അവകാശവാദമൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പം തന്നെ ഇങ്ങനെ വല്ലാതൊരു എന്താ പറയുക, സെൽഫ് പിറ്റിയൊക്കെ തോന്നുന്നുണ്ട്. വിത്തെടുത്ത് ധ്യാനിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ വിത്ത് വിതയ്ക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു,
കളകളെല്ലാം പറിച്ചു മാറ്റുന്നു, വിതയ്ക്കുന്നു, കളപ്പുരയിൽ കൂട്ടുവെക്കുന്നു. ആരുടെ ഗുണമാണ്? കർഷകൻ്റെ ഗുണമാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവ് കാരണമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഗ്രോത്ത്. അത് സാധ്യമാകുന്നത് ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ആണെന്നുള്ള ബുദ്ധി നമുക്ക് വേണം. നമ്മൾ ആദ്യത്തെ ദിവസം ആരംഭിച്ചത് എന്താണ്? വിവേകിയായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് വിവേകിയായ മനുഷ്യൻ. നമ്മുടെ നിസ്സാരതയും അവൻ്റെ അപാരതയും തിരിച്ചറിയുന്നവനാണ് വിവേകിയായ മനുഷ്യൻ. 46 വർഷത്തെ ഈ ചെറിയ ജീവിതത്തിനിടയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. പണം, സമ്പത്ത്, ആരോഗ്യം, നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാവുന്ന അത്രയധികം ഒരു വേൾഡ്ലി പ്ലഷേഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. സൗന്ദര്യം, ഇറ്റ്സ് ഓൾ എ ബബിൾ. ആദ്യ ദിവസം ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ മെല്ലെ പോകാൻ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാരുണ്ട്. എസ്പെഷ്യലി ഡിഫറെൻ്റ്ലി ഏബിൾഡായ കുറച്ച് കുഞ്ഞുങ്ങൾ. ഇറ്റ്സ് ഓൾ എ ബബിൾ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദാനമായി ലഭിച്ചതല്ലാതെ മറ്റൊന്നും നമുക്കില്ല. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ഹിസ് ഗ്രേസ്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് പഠിക്കണം. ഓരോ നിമിഷം ഇങ്ങനെ വിനയപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. 3 തരത്തിലുള്ള മനുഷ്യർ, ഇതോടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. 3 തരത്തിലുള്ള മനുഷ്യരിൽ നിന്ന് കൃത്യമായ ഒരു അകലം പാലിക്കുന്നുണ്ട് ദൈവം. ഒന്ന്, ധനത്തോടും സമ്പത്തിനോടുമുള്ള മനുഷ്യൻ്റെ ദുരയോട് അവനിങ്ങനെ കൃത്യമായ അകലം പാലിക്കുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം എടുത്ത് നോക്കിയാൽ മതി. അത്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കാനാണ് പറയുന്നത്. സമ്പത്തും ധനവും കൊണ്ടല്ല നിങ്ങളുടെ ജീവിതം സമ്പന്നമാകുന്നതെന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവനിങ്ങനെ കൃത്യമായി മുഖം തിരിക്കുന്നുണ്ട്. ഓർമ്മയില്ലേ, സബദി പുത്രന്മാർ അവൻ്റെ മഹത്വനാളുകളിൽ എൻ്റെ ഇടതും വലതുമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സഹനത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്ഥാനമാനങ്ങളെ സ്വപ്നം കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞവനാണ് യേശു. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ദൈവാന്വേഷണമെങ്കിൽ എത്രയൊക്കെ മുട്ടിയാലും ആ വാതിൽ തുറക്കില്ല, എത്രയൊക്കെ അന്വേഷിച്ചാലും അത് കണ്ടെത്തുകയുമില്ല. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ലീസ്റ്റ്, ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ്. സമൂഹത്തിൻ്റെ വിളിമ്പിൽ ജീവിക്കുന്നവർ, ഏറ്റവും പുറകിലത്തെ നിരയിലുള്ളവർ, പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ തല കുമ്പിടേണ്ടി വന്നിട്ടുള്ളവർ, ഇടറിപ്പോയ മനുഷ്യർ, അവരെ ഈ ചേർത്ത് നിർത്തുന്നതാണ് ഈ ചേർച്ചിൻ്റെ മിഷൻ. അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ മറന്നുപോയാലും ഈ 30 സെക്കൻഡിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ മറക്കരുത്. ഒന്ന്, റീഡ് ദ ഗോസ്പൽ ഇൻ ദ പ്രസന്റ് ടെൻസ്. മുമ്പ് നടന്ന കാര്യങ്ങളുടെ ഒരു സമ്മറിയും കോംപ്രിഹെൻഷനുമായിട്ടല്ല നമ്മൾ ഇനി ഗോസ്പലിനെ വായിക്കേണ്ടത്. റീഡ് ഇറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ്. ഇതാണത്. തൻ്റെ ശതങ്ങൾ കൊണ്ട് അവൻ ഇന്നും നമ്മെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. 2, you are passionately loved. Passionately loved. എന്തൊക്കെ മറന്നാലും ഈ 2 കാര്യങ്ങൾ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കണം. തൻ്റെ ശതങ്ങൾ കൊണ്ട് അവൻ നമ്മെ സൗഖ്യപ്പെടുത്തുന്നു. You are passionately loved. കണ്ണുകളെ അടയ്ക്കാം. ഒരു റിവിഷൻ ആവശ്യമാണ്. ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. He thirsts for us. I thirst. അവൻ നമുക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ട്. അവൻ നമ്മുടെ വാതിലിൽ മുട്ടുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ കുരിശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു സത്യം ചെയ്യാം. ഇനി മുതൽ എല്ലാ ദിനവും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് on a daily basis I am going to tell I love you. I love you എന്നത് ഒരു ധ്യാനമാക്കി ഞാൻ മാറ്റും. 2, കമ്പാഷനെ പറ്റി നാം ധ്യാനിച്ചു. ഇനി നെഞ്ചോട് കൈകൾ ചേർത്ത് വെച്ച് നമുക്കൊന്ന് പറയാം, ഇനി മുതൽ
എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഞാൻ ഇനി ജാഗ്രതയുള്ളവനായിരിക്കും. ബി കോഷ്യസ്. അത് ഞാൻ പറയുന്ന ഓരോ വാക്കും, എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, ഇറ്റ് ഈസ് ടു ഹീൽ ആൻഡ് നോട്ട് ടു ഹേർട്ട് എനി വൺ. ബി കോഷ്യസ്. 3, forgiveness. മനാസേ, നീ മറക്കണം. നമ്മുടെ നെഞ്ചിനെ ഇങ്ങനെ കുത്തി നോവിച്ചിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ, അനുഭവങ്ങളുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ, അത് നമുക്കിന്ന് ഈ നിമിഷം ഇങ്ങനെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാം. ഉപാധികളില്ലാതെ ക്ഷമിക്കുവാൻ നമ്മെ പഠിപ്പിച്ചവനാവൻ. ലെറ്റ്സ് ലീവ് ഇറ്റ് ഹിയർ. Companionship. Let us commit to give our tithe of time to the deserving ones. നമ്മളുടെ സമയം ആവശ്യമുള്ള ഒരുപാട് പേര് ഈ പാരിഷിലുണ്ട്. ഒന്ന് കേൾക്കാൻ. I'm committing my tithe of time to them. മാതാപിതാക്കളെ, നമ്മുടെ കൊളീഗ്സിനെ, ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണുന്ന മനുഷ്യർക്ക് വേണ്ടി എൻ്റെ സമയത്തിൻ്റെ ദശാംശം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാം. സാൽവേഷൻ. ഇങ്ങനെ ദൈവമേ, എന്നെ ഇങ്ങനെ ഗലീലയിൽ നിന്നും പസഫിക്കിലേക്ക് നടത്തണമേ. നമുക്ക് ദിനവും പ്രാർത്ഥിക്കാം. അപ്പ എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാക്കണമേ. അപ്പ എന്നത് എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാക്കണമേ. അപ്പ എന്ന് വിളിക്കാൻ എന്നെ കൊണ്ട് കഴിയണമേ. ഹ്യൂമിലിറ്റി. ദൈവമേ, ഓരോ ദിവസവും എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണേ. എന്നും എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമേ. നോട്ട് ബൈ മൈ മെറിറ്റ്, ബട്ട് ബൈ യുവർ ഗ്രേസ്. അടുത്തിരിക്കുന്ന ആളുടെ കൈകളൊന്ന് ചേർത്ത് പിടിക്കാം. Let's hold hands with the person beside us. Repeat this prayer with me. May the Father Almighty grant us strength to walk in His light. May the Son Jesus Christ lead us with compassion and truth. May the Holy Spirit fill our hearts and minds with peace, contentment, and bliss. Amen.